ഇപ്പം അഞ്ചാമത്തെ ഇറക്കം കേട്ടോ, 5. ഈ സ്ഥലമല്ല, നിങ്ങളോട് ഒന്ന് ഓർത്ത് വെച്ചോണേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണണം. ഓക്കെ. ഇതുണ്ട് ഇങ്ങനെ കിടന്ന് ഇത് പിടയ്ക്കും. ഇത് മീൻ കാണുമ്പോൾ ഒറ്റ അടിയാ, ഇങ്ങോട്ട് ഇട്ട് പോകും. ഇത് കണ്ടോ, ഇല്ല നമ്മൾ മുറിക്കുക. മീനാണോ പാമ്പാണോ എന്ന് ഇപ്പം അറിയാം. ഇല്ല, രണ്ടാമത്തെ കുപ്പി കാണുന്നില്ല. അപ്പം ഏഴാമത്തെ എട്ടാമത്തെ ഏഴാമത്തെ ചൂണ്ട അടിച്ചത് മിഴുങ്ങി കിടക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിൻ്റെ കാര്യമില്ലല്ലോ. ഇത് വെട്ടുചൂണ്ടല്ല, കുപ്പിച്ചൂണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുപ്പിച്ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് നമ്മുടെ മീൻ തിലോപ്പിയ മീനാണ്. ഒരു 10 എണ്ണം ഉണ്ട്. 10 കുപ്പി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യുന്നതല്ല, ഞാൻ ഒരു കുപ്പി സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ലാഗ് അടിക്കും, അതിൻ്റെ കാര്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ്, ഇപ്പം സമയമായിട്ട് 4 മണി 4:30 ആയിട്ടുണ്ട്. ഒരു 6 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പോയി ഇത് ഇടുന്ന കാര്യങ്ങളും സെറ്റപ്പും എല്ലാം കറക്റ്റായിട്ട് കാണിച്ചില്ല, കണ്ട് മനസ്സിലാക്കും. നാളെ രാവിലെ തന്നെ നമ്മൾ വന്ന് പൊക്കും, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്തേക്കണം. കൂടെ സപ്പോർട്ടും വേണം, ഇഷ്ടപ്പെട്ട ലൈക്കും വേണം. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാം. പറ്റും നമ്മളെക്കാൾ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കാണിക്കാം. തൽക്കാലം ഞാൻ ഈ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിടുന്നതും കാണിച്ചു തരാം. അപ്പം ഇച്ചിരി വെട്ട കുറയും, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ വാ ഇതാ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. സിമ്പിൾ പറയും, ഇത് കണ്ടോ, ഊരാ കൊടുക്കില്ല മറ്റേ സംഭവം. ഇവിടെ ഒരു കെട്ടിടുക, ഇതുപോലത്തെ കെട്ടിടുക, നിസ്സാരമുള്ള പരിപാടി. കുപ്പിയുടെ ഇവിടെ കയറ്റി ടൈറ്റ് ചെയ്യുക. അതിപ്പോൾ ഇങ്ങനെ തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ, എങ്ങനെ ഇട്ടാലും ഇതേ നൂരി പോവില്ല. അതാ അതിൻ്റെ കാര്യമുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് കുപ്പിക്ക് തുളയൊന്നും പാടില്ല കേട്ടോ, കാരണം വെള്ളം കയറില്ല, ഇതിങ്ങനെ പൊങ്ങി കിടക്കണം. നമ്മളിങ്ങനെ ഇറക്കി ഇട്ടാലും ഇതുകൊണ്ട് ഇതുപോലത്തെ ഇങ്ങനെ ഇതിനകത്തോടെ ഇറക്കി നമ്മളിങ്ങനെ ഇടുക. അത് ഇത്ര നീളം ഇടേണ്ട കാര്യമില്ല കേട്ടോ, ഇത്ര ഇട്ടാൽ മതി. ഞാൻ പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഇച്ചിരി വെള്ളം കയറുന്നുണ്ട്, ആ വെള്ളം കയറ്റമായതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഇട്ടേക്കുന്നത്. നാളെ രാവിലെ ഇങ്ങനെ വെള്ളം കയറി വന്നാലും മീൻ അടിച്ചാൽ അത് മുങ്ങിപ്പോരും, ഇച്ചിരി പൊങ്ങി വരണം കുപ്പി കാണണമെങ്കിൽ. അത് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കും, അവിടെ കിടന്നോളും. അപ്പോൾ നമ്മൾ ശകലം ഇങ്ങനെ ചുറ്റിയിട്ട് ഇടുന്നത്, ഇങ്ങനെ ചുറ്റി അവിടെ അങ്ങ് ഇട്ട് വെച്ചേക്കും. മീൻ ഓടി നടക്കുമ്പോൾ വന്ന് അടിച്ച് റെഡി ആയിക്കോളും. ഞാൻ ഇടുന്ന കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ കണ്ണി കെട്ടിയേക്കുന്നത് നമ്മൾ എടുത്തേക്കുന്ന കാർബൺ കണ്ണി കേട്ടോ, ഇത് കണ്ടോ, സാധാരണ കണ്ണി കെട്ടുന്ന പോലെ കിട്ടിയാൽ മതി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ സമയം ഏകദേശം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങ് അറ്റം വരെ, അതൊന്ന് കാണിച്ചു കൊടുത്ത അറ്റം ആ മരത്തിൻ്റെ അവിടം വരെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം 7 മണിയാവും ചുറ്റി ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ഒന്നിന് തുടങ്ങുക കേട്ടോ നാളത്തേക്കുള്ള സംഭവം. അപ്പം തിലോപ്പി ഓർക്കേണ്ട വിധം അറിയത്തില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ മീനിൻ്റെ മേളിലത്തെ ബാക്ക് സൈഡിലായിട്ട്, പാലിൻ്റെ സൈഡായിട്ട് അതിൻ്റെ മുള്ളെ കൊള്ളാത്ത രീതിയിൽ കണ്ണ് കയറ്റി വിടണം. ഇത്രേ ഉള്ളൂ. ഇത് ആക്ഷൻ. ഇതുണ്ട് ഇങ്ങനെ കിടന്ന് ഇത് പിടയ്ക്കും. ഇത് മീൻ കാണുമ്പോൾ ഒറ്റ അടിയാണ്, ഇത് ഇങ്ങോട്ട് ഇട്ട് പോകും. ഇത് കണ്ടോ, അവിടെ ഞാൻ ഇട്ട് പോകും. ഇത്രയും പരിപാടി പോകും. ഇത് അവിടെ കിടന്ന് കളിച്ചോളും. നെക്സ്റ്റ് അപ്പോൾ 2 ഓക്കെ, അടുത്തിടാം, അങ്ങോട്ടിടാം. 3 കറക്റ്റല്ല ഇവിടെ, 3-ല്ലേ? ഓക്കെ, 4-ാമത്തെ ഇടാം, അങ്ങോട്ട് പോകാം. നമ്മൾ കുപ്പിയൊന്നും കെട്ടുന്നൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഇടുക. അതിൻ്റെ കാരണം വെച്ചാൽ മീൻ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ വലിച്ചുകൊണ്ട് ഒന്ന് നടക്കട്ടെ, അടിച്ച് ഇതിനകത്തോടെ ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് രാവിലെ മീൻ എടുക്കാൻ വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അപ്പം 5-ാമത്തെ ഇറക്കം കേട്ടോ, 5. ഈ തലയല്ല, നിങ്ങളോട് ഒന്ന് ഓർത്ത് വെച്ചോണേ, രാവിലെ വന്ന് ഈ തലയിലോട്ട് തപ്പണ്ടേ. ഇതുകൊണ്ട് ഓടി നടക്കുന്നുണ്ടോ, ഇങ്ങനെ നടക്കും, അടി പറപ്പിക്കും. രാവിലെ വരുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ മീൻ ചത്ത് കിടക്കും. ഇപ്പം നമ്മൾ പോയതിൻ്റെ പുറകെ അടിച്ചു കിടക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ ചത്ത് കിടക്കും, എയറെടുക്കാൻ പറ്റാണ്ട്. നമുക്ക് നോക്കാം എന്നാ സംഭവിക്കുന്നത്. 6-ാമത്തെ ഇടാം. 7 നടക്കാം. നമ്മൾ ഈ കുപ്പിയുടെ അടപ്പിൻ്റെ അകത്തോട്ട് നീളം കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുപ്പിയുടെ അടപ്പിൻ്റെ അകത്തോട്ട് ആക്കിയിട്ട് നുറുക്കി വെക്കുക. മീൻ അടിക്കാനുള്ളതിൻ്റെ ഇടയ്ക്ക് ഊരിപ്പോൾ പോകും. അതുകൊണ്ട് മീൻ അടിച്ച് താഴത്തിൽ കുപ്പി മേളിൽ കിടക്കും, വലിയ പ്രശ്നം വരും. പോട്ടെ. അപ്പോൾ 7-ാമത്തെയും കഴിഞ്ഞു. ഇനി 8-ാമത്തെ.
രണ്ടെണ്ണം അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വെള്ളം കയറി വരുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇടാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ കുപ്പിയൊന്നും കെട്ടിയിട്ടില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർത്ത് കാണിച്ചില്ല ഇപ്പം, അതുപോലെ കെട്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ മീൻ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് വന്ന് നോക്കുമ്പോൾ കുപ്പി കണ്ടില്ല, മീൻ അടിച്ച് പോയേക്കുക. നമ്മൾ ഈ പുല്ലിൻ്റെ ഇടവഴി എല്ലാം ഈ വെള്ളമായിട്ട് തപ്പി നടക്കും. അങ്ങനെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കെട്ടായിടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ ഒരു കയറ് കെട്ടിയിട്ട് ഇവിടുത്തെ ഒരു പുല്ലേ കൂടി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വലിയ ദൂരമൊന്നും പോകത്തില്ല. നമുക്കറിയാം അവിടെ മീനുണ്ടാകും, കയറെ പിടിച്ച് വലിച്ചാൽ മതി. പക്ഷെ അതല്ല, ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ഫീല്, ആ ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എട്ടാമത്തെ ഇടാം, ഇരുട്ടി പോകുന്നത്, അതിന് മുമ്പ് എട്ടാമത്തെ ഇടാം. ഇതോടെ കോറ് പോകണേ. ആവും കിടന്ന് അനങ്ങുന്നതാണ്ടോ. ഇപ്പം ഒന്ന് അടിക്കും, നമ്മൾ പോയതിൻ്റെ കുറേ ഉറപ്പായിട്ടും അടിക്കുന്നത്. അടിച്ചിട്ട് അത് മിസ്സാവും. ഭാഗ്യമാണെങ്കിൽ കിട്ടും. ചിലപ്പോൾ അത് ചത്തവിടെ കിടക്കും, ചിലപ്പോൾ രാവിലെ അടിക്കുന്ന അവിടെ ജീവനോടെ കാണും. എന്നെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് ലാസ്റ്റത്തെ കുപ്പിയിൽ ഇടാം. വാ. അപ്പം നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിയുക കേട്ടോ. ഇത് 10ാമത്തെ ലാസ്റ്റ് നമ്മൾ കയറി വെള്ളമായിട്ട് കയറുന്ന ആ സൈഡാണ്. ഇത് തുടക്കാം. നമ്മൾ വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു മീൻ, നല്ല മീൻ അടിച്ചു, നല്ല അടിയായിരുന്നു. വെള്ളം ഇങ്ങനെ പൊങ്ങി ചേറിച്ച് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തു. ഇവിടെ അല്ല അടിച്ചേ, അവളെയൊക്കെ ഇവിടെ തന്നെ. അപ്പം 10ാമത്തെ ഇട്ടിട്ടുണ്ട്. കുപ്പിയൊന്നും നമ്മൾ കെട്ടിയിട്ടില്ല കേട്ടോ. എന്നായി തീരുമെന്ന് ഒന്നും അറിയത്തില്ല. ഇതിനകത്തൊന്നുമില്ല, ഇത് കാലി. ഇതിനകത്ത് ഉറങ്ങണോ? കുപ്പി വല്ല മിച്ചം കിടക്കുന്നുണ്ട് ഇല്ല. 10 ഇട്ടിട്ടുണ്ട്. ചേച്ചി എണ്ണി തന്നെ വേണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം 6:45 സമയമൊക്കെ ഉണ്ട്. മൊത്തം ഇരുട്ടി നമ്മൾ കുപ്പിച്ചുകൊണ്ട് മൊത്തം ഇറക്കിയിട്ടുണ്ട്, വെട്ടിക്കൊണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വരും. ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടി ഒരു 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 6 പേര് വെട്ടം വീഴുമ്പോഴത്തേക്ക് വന്ന് നോക്കും. ഉണ്ടോ ഇല്ലയോ ചെയ്ത് നോക്കുന്നു. കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടാൻ റെഡിയാണ്. അപ്പോൾ നാളെ രാവിലെ കാണുന്നവരെ വണക്കം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റ നമ്മൾ ആ വള്ളത്തിനെ കൊണ്ട് നടക്കുവാണ്. അവിടെ സുന്ദരൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 5:58 ആയിട്ടുണ്ട്. നമ്മൾ ചൂണ്ട എടുത്തിട്ടുണ്ടോ? കുപ്പി ചൂണ്ട നോക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കാം. പറയാൻ പറ്റത്തില്ല, രാവിലെ വല്ല മീനും അടിച്ചാലോ. അപ്പം നമുക്ക് നേരെ പോവാം. അവിടെ ചെന്നിട്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്നാ സംഭവിച്ച് കിടക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവിടെ ചെല്ലട്ടെ. അപ്പം ബാക്കി അവിടെ പോയി നോക്കാം നമുക്ക്. നല്ല വരുന്നുണ്ട്. വന്ന് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. വള്ളത്തെ മൊത്തം വെള്ളം മൊത്തം ഇലയൊക്കെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളം മൊത്തം വെള്ളം. വയമ്പ് കണ്ടമാനം കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വരാൻ നല്ലോണം അടിക്കും. നമുക്ക് നോക്കാം ഗായ്സ്. നമ്മളപ്പം ദേ രാവിലെ എത്തിയിട്ടുണ്ട്. നമ്മൾ 1ാമത്തെ കുപ്പിയിൽ നമ്മൾ തുടങ്ങും. അതേ കിടക്കുന്നു 1ാമത്തെ കുപ്പി. ഒരു കുപ്പിയിൽ നമ്മൾ അപ്പുറം കൂടി ഇട്ടിട്ടുണ്ട്. ആണ് കിടക്കുന്നത്. അത് കണ്ടോ അവിടെ ആണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. കണ്ടോ വരാല് പോകും. ഇത് കണ്ടോ വരാല് പോകുന്നുണ്ട് കുപ്പിയുടെ സൈഡിൽ നിന്ന്. നോക്കട്ടെ. ഇല്ലടാ, അത് അതുപോലെ തന്നെ കിടപ്പുണ്ട്. ചത്തുപോയി. ആണ്ടാ. അപ്പോൾ ഒന്ന് ഫ്ലോപ്പായേ. ഇവിടെ തന്നെ ഇട്ടേക്കാലണ. രാവിലെ അടിച്ചാലും. നോക്കട്ടെ. ഒരു കുപ്പി കാണുന്നില്ല. ഇതല്ല, 2ാമത്തെ കുപ്പി കാണുന്നില്ല. നമ്മൾ അവിടെ കണ്ടല്ലോ ഇട്ടെ. ഈ കുപ്പിയാണോ അത്? ഈ കുപ്പിയല്ല. ഒരു കുപ്പി കാട്ടി വന്ന് കയറിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇട്ടപ്പോൾ ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. വെള്ളമൊന്നും ചെല്ലണ്ടാണ്, പുല്ല കായ്സ്. മച്ചാമാരെ 2 ഫ്ലോപ്പായിരുന്നു. ഈ 3ാമത്തെ കുപ്പി ആണ് ഇവിടെ. ഇത് നമ്മൾ ഇത്ര കാട്ടി കിട്ടിയിട്ടില്ല കേട്ടോ. വിൽക്കാറ് ഇത് കാണാൻ ഞാൻ തോന്നുന്നു. അതാണ്ടാ ചെറുതാണ്. ചെറിയ ഇടയ്ക്ക് കയറ്റിയേക്കും. അയ്യോ 3ാമത്തെ കുപ്പിയിൽ നമുക്ക് ഒരെണ്ണം ഉണ്ട് കേട്ടോ. ചെറുതാ, കുഴപ്പമില്ല, ചത്തിട്ടുമില്ല കേട്ടോ. ഞാറായി വെളുപ്പിനെ അങ്ങനെ അടിച്ചാ കൂടിങ്ങ തരാ. ഇതാണ് ഇതിൻ്റെ ഇടയിൽ
എടാ അതിട്ടോ അടുത്ത കുപ്പി എവിടെയാടാ? ഈ കാട്ടിലല്ലേ? അല്ല നമുക്ക് കുപ്പിയോടെ ഇങ്ങനെ ഇട്ടേക്കാലടാ. ഓർത്തിട്ടാ മതി. ഇതിനെ കോർത്തിട്ടുണ്ടേ. ഇങ്ങനെ ഓർത്തിട്ടാ അപ്പോൾ ഗായ്സ് അപ്പോൾ ഫസ്റ്റ് വണ്ണ് അപ്പം 2 ഫ്ലോപ്പ്, മൂന്നാമത്തെ ചെറുതുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ഇവന്മാർ ജൂൺ ഇടുമ്പോൾ നമുക്ക് ഊരി കുപ്പിയെല്ലാം സെറ്റ് ചെയ്യാം. അപ്പം അടുത്ത നോക്കാം. ഗായ്സ് സ്വർണ്ണം കിട്ടി. ഞാൻ കിടക്കുന്നു. പക്ഷെ നമ്മൾ ആ ചാടി ഇട്ടായിരുന്നോ? ഇവിടെ ഇട്ടത് നമ്മൾ അങ്ങോട്ട് കയറിയില്ല. അത് നീണ്ടോ? നമ്മൾ അങ്ങോട്ട് ഇവിടെ കയറില്ല. നമ്മൾ സൈഡിൽ പിടിച്ച് ചാടി തപ്പി വന്നു. അയ്യോ ഇല്ല, വെല്ലുവിളിയായിരുന്നു. അടിച്ച് തീർത്ത് അതിങ്ങനെ പൊക്കിയിട്. അതിനിടാനുള്ള എടാ കണ്ണി കയറല്ലേ. ഇത് 4ാമത്തെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്താ ഇവിടെ നിങ്ങളെറി. വണ്ടികളെ പിടിക്കണോ? ഓക്കെ ടീക്കാന്ന് എനിക്ക് തോന്നുന്നു. നോക്കിക്കടാ. അതും ഇങ്ങനെ പുല്ലിനെ വെള്ളമിട്ടുണ്ട്. ഇതെല്ലാം മീൻ അടിച്ചിട്ടുണ്ട്. മീൻ പോയിട്ടുണ്ടല്ലേ? ആ നമ്മുടെ ആ ഇതിപ്പം 5-ാം തീയതി അല്ലേ? ഗൈസ് 5ഉം ഇല്ല. 6ാമത്തെ കുപ്പി അവിടെ കിടപ്പുണ്ട്. കണ്ട് ചാലി തന്നെയാണ് കിടക്കുന്നത്. ആ ഈ വട്ടത്തിൽ തന്നെ ഇട്ടെ. അത്ര ചേർത്തൊന്നുമല്ല ഇട്ട്. ഇവിടെ എങ്ങാണ്ട് ഇട്ടെ. അത് മീൻ വലിച്ച് കയറ്റിയായിരിക്കും. മറ്റേ മീൻ കിട്ടിയായിരിക്കും. മറ്റേ കാർബൺ കാണാൻ കയറിയതാ. മീനടിച്ചിട്ടുണ്ട്. അടാ ഫ്രണ്ടി പറഞ്ഞ ഇതേ മീൻ അടിച്ചിട്ടില്ല. അവിടെ കുപ്പിയോ? ഇതേ മീൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്. നീലക്കു അതെങ്ങനെയാണ് അവിടെ ചെന്ന്? അവിടെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ലല്ലോ. ഇട്ടായിരുന്നോ? നമ്മുടെ കുപ്പി അത്. എടാ അത് അകത്തിട്ട കുപ്പിയാണോ അത്? അതങ്ങനെ വെളി വന്നേ? നമ്മൾ അകത്തെ ചാലയിട്ട കുപ്പിയില്ലേ? ആ അകത്ത ഇത് ചാലായല്ലേ? നേരെ കയറൂടാളോ? ആ അത് അവിടെ തന്നെ ഇട്ട കുപ്പിയാണ്. അതൊന്നുമില്ല. അപ്പോൾ 7 ഗായ്സ് 7ാമത്തെ കുപ്പി അവിടെ കിടപ്പുണ്ട്. ആ അതുമുണ്ട്. ആ എന്നാൽ അതേ മീനുണ്ട്. കുത്തിപ്പൊങ്ങി നിൽക്കുകയാണ് മീനുണ്ട്. കുത്തിപ്പൊങ്ങി നിൽക്കുന്നതിനകത്ത് മീനുണ്ട്. ഗായ്സ് 7ാമത്തെ കുപ്പി. ഇന്നലെ മണ്ണ് ഇല്ലാതെ മീനടിച്ച രാവിലെ. നോക്കിക്കടാ എത്തുമോ? ആ ചരട് അഴിഞ്ഞിട്ടില്ല. ചരടൊക്കെ പോലെ കിടപ്പുണ്ട്. എന്താ മീനില്ല. റിവേഴ്സ് പോയാൽ പറ്റുമോ? അപ്പോൾ 7ാമത്തേൻ്റെ അകത്തൊന്നുമില്ല. ഇനി 3 കുപ്പി കൂടെ ഉള്ളൂ കേട്ടോ. എന്തിയടാ? ആ അത് മീനുണ്ടോ? പിന്നെ ഉറപ്പല്ലേ? അച്ഛാമാരെ അതുകൊണ്ട് കുത്തി പൊങ്ങി കാണിച്ചു കൊടുത്താൽ കുത്തി പൊങ്ങി കിടക്കണ്ട കുപ്പി. അതിനകത്ത് മീനുണ്ടെന്ന് ഉറപ്പാ. ഡാം ഷുഗറല്ലേ മീനുണ്ട്. മീനല്ലേ പാമ്പ്. സാധാരണ നമുക്ക് ഇഷ്ടം പോലെ പാമ്പ് കിട്ടിക്കൊണ്ടുള്ള കഴിഞ്ഞ പോലെ ഒന്നും ആയില്ല. അത് മീനുണ്ട് ഉറപ്പാ.
ഇന്നലെ കണ്ടമാനം മീനുണ്ടായിരുന്നു. ഇന്നലെ ഇതിൻ്റെ അത് കണ്ടമാനം മീനാണ് രാവിലെ വന്നപ്പോഴത്തേക്ക്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ടിട്ടെ. ഇതിനകത്ത് ഈ ചാനലിനകത്ത് മൊത്തം 4 ഉപ്പയുണ്ട്. ഒരെണ്ണത്തി ഒന്നുമില്ല. രണ്ടാമത്തെ ഇത് 3 ഉപ്പി. അനങ്ങാതെ ജാമായി കായ്. അത് കാണിച്ചു കൊടുത്തേ, കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തേ. മീൻ അടിച്ചിട്ട് കുത്തി പിടിച്ചേക്കുക. മീനാണോ പാമ്പാണോ എന്ന് ഇപ്പം അറിയാം. പുല്ലിൻ്റെ അകത്താണോ ഉണ്ടോ? ഒന്നും അറിയത്തില്ല, ടൈറ്റില്ല. മീൻ അടിച്ച് മറിച്ച് കളഞ്ഞെന്ന് പറയാം. ഇല്ല, ഉറക്കിയിട്ടേ. ഉണ്ടോ? മീനുണ്ടോ? ജീവനുണ്ടോടാ? ജീവനുണ്ട്. രാവിലെ അടിച്ചു. എന്നാടെ അറിയടാ കുടുക്ക് ആയി. ഇടത്തരം. അങ്ങനെ 7ാമത്തെ കുപ്പിയിൽ 2ാമത്തെ വരാൻ പോയി. ഡിസ്പ്ലേക്കകത്ത് പോയി. കാണാമേ അപ്പടെ കാണിക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാം. ഓക്കെ, കണ്ടില്ലേ? ഇനി നമുക്ക് ഇപ്പോൾ 7ാമത്തെ അല്ലേ എടുത്തേ? 8, 9, 8, 9, 10 3 കുപ്പി ആ റേഞ്ചിലാണ് ഇതിവിടെ കിടക്കണേ. അപ്പോൾ നമുക്ക് അത് പോയി നോക്കാം. സെറ്റാക്കാന്ന് കിട്ടും. ആത്മവിശ്വാസമല്ല നമ്മളെല്ലാം. ബടാ ഗായ്സാണ്ട് അവൻ അടിച്ച് ലാസ്റ്റ് നമ്മുടെ 7ാമത്തെ 8ാമത്തെ ആ ചൂണ്ട 7ാമത്തെ ചൂണ്ട അടിച്ചത് ഇത് മിഴുങ്ങി കിടക്കുന്നത് ഇല്ല. നമ്മൾ മുറിക്കുക. ഇതേ ഒരു കുപ്പി ഇവിടെ ഒന്നര ഓർത്തോണം. അവിടെ ഫ്രണ്ട് തന്നെ വയലാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്തത് അങ്ങോട്ട് പോവാം. ആ 2 കുപ്പിയുടെ 3 കുപ്പിയുടെ എടുത്ത് കഴിയുമ്പോൾ ചന്ന പിന്നെ എറിയായിരുന്നു. അതൊന്നുമില്ലല്ലോ. വേറെ ഇവിടെ തന്നെ ഉണ്ട്. ആണ്ട അവിടെ അതിനകത്ത് ഒന്നുമില്ല. നമുക്ക് അങ്ങ് അറ്റത്തുനിന്ന് എടുത്തിട്ട് വരാമല്ല. ലോണ്ടോടാ അതിനകത്ത് മീനുണ്ടോ അതിനകത്ത്? അത് പൊക്കി കാണിച്ചേ. അതേ ഒന്നുമില്ല ഗൈസ്. അതേ മീൻ തന്നെ അതുപോലെ കിടപ്പുണ്ട്. അവിടെ ഇട്ടു. അപ്പോൾ മച്ചാന്മാരെ 10 കുപ്പി എടുത്തു. 10 കുപ്പിക്കകത്ത് 2 കുപ്പിക്കകത്ത് മീനുണ്ടായിരുന്നു. 2 വരാൽ. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ കഷ്ടപ്പാട് ഇന്നലെ ഇന്നുമായിട്ടുള്ള കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റിങ്ങിലേക്ക് പോവാം. ഞാൻ മീനെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ 2 മീൻ, 2 വരാലടിച്ച്. 10 കുപ്പി 10 മറ്റേ തിലോപ്പിയ കോർത്തിട്ടിട്ട് 2 വരാലടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് കുപ്പിയുടെ കൂടുതലിട്ട് കുറച്ചുകൂടെ നമുക്ക് അണ്ടികളിനെയോ പള്ളത്തിനെയോ പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം. ചിലപ്പം ഇതിൽ കൂടുതൽ മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. തിലോപ്പിയ ആയിട്ടായിരിക്കും അടിക്കാഞ്ഞത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കൂടെ തന്നെ കാണണം. ചാനൽ സബ് ചെയ്യണം. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതിനെപ്പറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മീൻപിടുത്തമാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മീൻപിടുത്തം. ഓക്കെ.